parang hindi ka na bumaba. Diretso na lang ang biyahe. Doors closing. الأبواب تغلق. الأبواب تغلق. Doors opening. الأبواب تفتح. Exit. مخرج. Sini, kaya na yung jeep.
വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മരുന്ന് But after flood, it is
Ah. Making video. Bro, don't make video. Don't make. Regarding what? You making a vlogging? Yeah. You vlogging? I have my restaurant there inside this mall. You have a? Restaurant, okay? Yes. Filipino and Nepali. Ah, okay. Make a small, vlog. Is it possible? Maybe next time. Because I'm waiting for. I have to go home. Yeah, inside the Alatara. I know that restaurant. Here, inside. So you're the owner, huh? Yeah. Ah, good, huh? Okay, come, Next time. Whatever. you will. I'm not really a vlogger. I'm just only taking the video of the streets. I'm not talking. Yeah, but you can after in your room you can. Yeah. How many followers? Only 2,000. Only 2,000. YouTube? Yeah.
What about the Facebook, I don't Instagram? have. I don't have. You're not using Instagram? Instagram I have also. Instagram you have? You post in the Instagram and share with me the nice video. That's enough for me. Next time. Because I have Instagram, Google, But that was Facebook. already popular. Known by Filipinos. They're Happy eating Sea? there. Huh? No, not this Athens. What? Another Happy Sea, other one. Ay, other side. Yeah, no, same. Inside Alatar, but that side. Yeah, Athens and then my restaurant is face to face. Ano that one? If you have a time, you visit there. Yeah, yes. Happy Yes. Sea, okay? Yeah. You will come there. Come. Next time, no, not now. Because I have to go home. Okay. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. ബസ്സിൽ ചെയ്യില്ലേ ആ ഓടത്തിരിക്കും സ്പ്രെഡ് ചെയ്താണ്. നിങ്ങളിപ്പോ ഉറങ്ങാൻ തുടങ്ങിയില്ലേ, പിന്നെ ഞാൻ തീ നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. അവിടെ മൺപൊട്ടി കഴിക്കാം. മൺപൊട്ടി കഴിക്കാം. നാളെ കാലത്ത് ഉച്ചയ്ക്ക് കഴിക്കാം. അതല്ല കാലത്ത് കഴിക്കണം. 24 hours മനസ്സാണ്. ഇപ്പം രാത്രി കഴിക്കാൻ പാടില്ല. രാത്രി കഴിക്കാൻ 8 മണി കഴിക്കാൻ അങ്ങനെയല്ല. കഴിക്കാൻ തന്നെ മോശം. നമുക്ക് 7 മണി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കഴിച്ചാൽ പിറ്റേ 9 മണിയിലൊന്നും കഴിക്കാൻ പാടില്ല. 14 മണിക്കൂർ മാസം ചവിട്ടാൻ ഒരു കംഫർട്ടില്ല കേട്ടോ വണ്ടി. ആദ്യം നമുക്ക് ഹെഡ്ക്വാർട്ടർ നടന്നങ്ങ് പോയത് ഒറ്റയുടെ അത്രയും ഇറങ്ങി അടുത്ത ആഴ്ച ഓഫീസിൽ പോയി രാത്രി ടച്ച് വിട്ടു. ഒന്നും പഠിക്കാനില്ല, മനസ്സിലായില്ല. ടച്ച് പോവും. ഈ പറഞ്ഞ സാധനം ഇപ്പം എന്താ പറയാ പറഞ്ഞ ഇത് അല്ല അങ്ങനെയല്ല. ഈ തിരിച്ചു വേണം എന്തെങ്കിലും ചെയ്യണമെന്ന് പറയല്ലോ. ഞാൻ ഈ കാലയറപ്പെട്ട എക്സിന്റെ അവരുടെ സിസ്റ്റം സ്ലോ ആയിക്കൂടെ സെഗ്മെന്റ് പറ്റിയിട്ട് എനിക്ക് എന്ത് ടെക്നോളജിയാണ്, ഞാൻ എന്താണ് അതിൽ പ്രയോഗിക്കുന്നത്? ഒന്നുമില്ല. പോസ്റ്റ് ക്ലിക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് പോസ്റ്റ് ആകും, പോസ്റ്റ് ആകും. ഒന്നുമില്ല. ആയില്ലെങ്കിൽ ആയിരിക്കും. നമ്മളുടെ പ്രോജക്റ്റ് പോയി ഉണ്ടെന്ന് പറഞ്ഞു. Daniel, I will still have to wait for the same
അവന് ചുരുങ്ങി പോയി. അവനോട് ആശാനെ മണിയടിച്ച് നടക്കട്ടെ. ആയിക്കോട്ടെ, ഇതൊന്നും പറയാനില്ല. ആരെങ്കിലൊക്കെ എന്തെങ്കിലും കാണും. അല്ല കാട്ടുന്നല്ലേ. എന്നിട്ട് ഞാൻ വന്നിട്ട് പിറ്റേന്ന് വിളിച്ചോണ്ട് പോയി. അപ്പം മനോജ് പറയും ഞാൻ നാട്ടിൽ, അപ്പം മനോജിനറിയാം ഞാൻ നാട്ടിൽ പോയത്. മനോജ് 5 കൊല്ലം സ്വർണ്ണം തന്നിട്ടാണ് ഞാൻ മാലയിട്ടോണ്ട് പോയത്. മനോജ് അറിഞ്ഞില്ല ഞാൻ തിരിച്ചു വന്നത്. മനോജ് ആണ് നമ്മളെ കട. അല്ല ഞാൻ ഒരു മനോജിന്റെ ഒരു സുഹൃത്തിന് മാലയും മോതിരം കൊണ്ടുപോയി ഞാൻ കയ്യിലിട്ടുണ്ട്. പക്ഷെ എന്നെ അവിടെ വിളിച്ചിട്ട് സാറിന്റെ മാലയെന്ന് വിളിച്ചിട്ട് അതിപ്പോ നിങ്ങൾക്ക് അത് എവിടെയാണ് അടിക്കണമെന്ന് അറിയാമോ? നമ്മൾ എമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കൊച്ചിയിലുണ്ടെന്ന് അറിയില്ല, ട്രിവാൻഡ്രത്ത് ഒരു കൗണ്ടർ ഉണ്ട്, ചെക്കിംഗ് ഉണ്ട്. ബാഗ് ഇട്ടിട്ട് ഒരു മെറ്റൽ അവിടെയാണ് ഈ സാധനം അടിക്കുന്നത്. അല്ലല്ല, അവിടെ ഇതടിക്കും. അല്ല ആ മണി അടിക്കും. അപ്പൊ അറിയാം. ഞാൻ പണ്ടൊന്നും മുമ്പ് അടിച്ചിട്ടില്ല. ഈ പ്രാവശ്യം അടിച്ച പോലീസ് സാറിന്റെ മാലയെന്ന് കാണിച്ചിരുന്നു. അയാൾ ഇട്ട് യൂസ് ചെയ്യുന്ന മാലയുണ്ട്. അപ്പോഴാണ് ഈ മനസ്സിലായി. ചുമ്മാ അല്ല, ഞാൻ പണ്ട് വിചാരിക്കും നമുക്ക് അടിക്കാത്തത് ബാക്കിയുള്ള ആൾക്കാർക്ക് അടിക്കുന്നു. അതാ അവിടെയാണ് ഈ സ്വർണത്തിന്റെ അടി അടിക്കുന്നത്, ഈ മെറ്റീരിയൽ ഇട്ടുകൊണ്ട് വരുന്നത്. അല്ലാതെ അല്ല, മീൻസ് വേഗത്തുള്ള ഗോൾഡിന്റെ അടിക്കുന്നത്. കൊച്ചിയില് പുറത്തിറങ്ങുന്ന സമയത്ത് മെറ്റൽ ഡിറ്റക്ഷൻ ഇല്ല. പക്ഷെ ഇവിടെ ഉണ്ട്. അവര് സംശയമുള്ളവരെ മാത്രം പിടിച്ചെടുത്തുള്ളൂ. അങ്ങനെ ഞാൻ അപ്പൊ മനോജ് പറഞ്ഞു, നീ വരാൻ വേണ്ടി അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ അവിടെ പോയിരുന്നു ഒന്നും പറയാനും ഇല്ലേ. ജറാബിന്റെ എനിക്ക് കൺഫ്യൂഷൻ ആക്കി. എനിക്കെന്നെ ദേഷ്യം വന്നു. ഇത് കേട്ടാത്തൊന്നും ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇവിടെ ആരൊക്കെ ഈ പ്രൊജക്ട് ചെയ്യണത്. വെങ്കട്ടി നിന്നിട്ടുണ്ട് എന്തൊക്കെയോ ചോദിച്ചാൽ അവരെ കൺഫ്യൂഷൻ ആക്കി, ഇവരെ കൺഫ്യൂഷൻ ആക്കി, സ്ത്രീകളെ കൺഫ്യൂഷൻ ആക്കി. സ്ത്രീകളിക്കാനൊന്നും അറിയത്തില്ല, സ്ത്രീകളെ പുതിയ വന്നില്ല. സ്ത്രീകളെ കൺഫ്യൂഷൻ ആക്കി, ആകെ കൺഫ്യൂഷൻ ആക്കി. അങ്ങനെ എനിക്കാണെങ്കിൽ ഞാൻ വെങ്കട്ടിനോട് പറഞ്ഞു, നീ എന്നെ കോളിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രീ ഷെഡ്യൂൾ ചെയ്യണം. കാരണം എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിൽ മാത്രമേ എനിക്ക് മുങ്ങാൻ പറ്റും. അവിടെ ഒന്നാമത് അവർ പേ ചെയ്യുന്നു, ഔട്ട്സോഴ്സ് ചെയ്ത് 8 മണിക്കൂർ വെച്ചിട്ട് നല്ല എമൗണ്ട് പേ ചെയ്യും. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ നിന്ന് ഇത് എടുത്തോണ്ടിരുന്ന അവരോട് നിങ്ങളെ പണിയാണെന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും എനിക്കത് എടുത്തോണ്ട് വെളിയിൽ പോയി അവിടെ കോർണറിനോട് സീറ്റ് അത് ചെയ്യൂല. ഇതെല്ലാം കൂടെ നിൽക്കുമ്പോഴത്തേക്ക് എന്നെ ഗ്രൂപ്പില ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ ആരെടുത്ത് പറഞ്ഞാലും കോളേജ് പ്രീ ഷെഡ്യൂൾ ചെയ്യും, എന്നാലും എനിക്ക് കയറാൻ പറ്റുള്ളൂ. രാകേഷ് തിരുവതി വിളിക്കും. എല്ലാം ഭയങ്കര പ്രശ്നമാകില്ല, അവർ കൺഫ്യൂഷൻ. പിന്നെ അവസാനം സ്ത്രീകളെ വിളിച്ച് ഇറങ്ങാൻ നിർത്താൻ സ്ത്രീകളെ വിളിച്ച് ജറാബിൻ്റെ ഐ ടിയിലെ അസിസ്റ്റന്റ് മാനേജർ നമ്പർ അയാൾ വിളിച്ചപ്പോൾ അയാൾ കാനഡയ്ക്ക് പോകാൻ നിൽക്കുന്നു. അയാൾ എന്തൊക്കെയുണ്ട് എന്നിട്ട് ഐ ടി മാനേജർ കോൺഫറൻസ് കോളിൽ എന്നിട്ട് സംസാരിച്ചു. വേറെ ആരുമില്ല, ഞാൻ സംസാരിച്ചു. അപ്പം സതീഷിനെ ആഡ് ചെയ്തു സംസാരിച്ചു. അവർക്ക് UAT സെർവർ UAT വേണം ഇമ്മീഡിയറ്റ് ആയിട്ട്. ഡെവലപ്മെന്റ് സെർവർ പിന്നെ വെങ്കട്ടണെങ്കിൽ അവിടെ നിന്നിട്ടുണ്ടല്ലോ. ഈ ഭൂലോകത്തില്ലാത്ത കാര്യം പോലെയാണ് ചോദിക്കുന്നത്. ആരും ഇതിൽ ഇൻവോൾവ് ചെയ്തില്ല. ഞാനെന്താ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഒരു സൈഡിൽ നിന്ന് ഞാൻ ആരും അറിയണം. എത്ര പ്രൊജക്റ്റ് ചെയ്തു, ഒരു ബഹളവും ഇല്ല, ആരും ഇല്ല. ഞാനും സൈഡിൽ ചെയ്തു, ആരും അറിയത്തുമില്ല. ഒന്നൊരു കൈ ഏൽപ്പിച്ചതാണ്. ഭയങ്കര പുതിലും അടിയും ബോംബും വെള്ളപ്പൊക്കവും. അറിവ് ക്ലയന്റിനെടുത്ത് പഠിപ്പിക്കാൻ പോയത്. ഇതാണ് റിക്വയർമെന്റ് ഉള്ള, അത് മാത്രം കൊടുക്കുക പോവുക. ഈ ഓവറായിട്ട് പറയാൻപോട്ടില്ല. ക്ലയന്റിന് സംശയമില്ല, ഇതെന്താണ് സംഭവം, ഇതെന്താണ് സംഭവം, അതെന്താണ് സംഭവം. മൊത്തം ക്ലയന്റ്. അപ്പം ക്ലയന്റ് ചോദിക്കും ഡൊമൈനാണോ, ടെനന്റാണോ, മറ്റേതാണോ, നമുക്ക് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യും. നമ്മളെ VDC നമ്മൾ ലിസ്റ്റ് കൊടുത്ത് യൂസർ ഐ ഡി ആ യൂസർ ഐ ഡി ചെയ്യാൻ പറ്റും. ഡെവോപ്സിന്റെ കാര്യത്തിൽ പിന്നെ സംശയമാണ്. അതായി ഡെവോപ്സ് എല്ലാവർക്കും വേണം. അപ്പോൾ 35 ലൈസൻസ് വാങ്ങിക്കണം ഡെവോപ്സ്.
നമുക്ക് നോർമലി ഡെവോപ്സിന് 5 ലൈസൻസ് ഫ്രീ ആണ്, ബേസിക് ലൈസൻസ്. അത് വെച്ചാൽ അത് അപ്പോൾ നെസറിന് അത് കൺഫ്യൂഷൻ. നമ്മൾ ഇതുവരെ ആർക്കും വാങ്ങിയത്, അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിക്കുന്നില്ല. ഇപ്പോൾ അവർക്ക് 35 ലൈസൻസ് വേണമെന്ന് പറഞ്ഞാൽ ഒരുവേദി പറഞ്ഞ് എല്ലാവരും ഡെവോപ്സ് അതിനകത്താണ് പ്രൊജക്റ്റ് ഷെയറിങ്. ഈ മുറി വൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറയുന്നത് കൺഫ്യൂഷനാക്കി, കംപ്ലീറ്റ് കൺഫ്യൂഷൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മറ്റേ എൽകോം എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഇല്ലേ, അതിന് പോയിട്ട് ഞാൻ സബ്മിറ്റ് കൊടുത്തൊരു ഷീറ്റുണ്ട്. അത് വെങ്കടേഷ് എല്ലമ്പള്ളി ഇയാൾക്ക് കൊടുത്തു. ഇയാൾ അതെടുത്ത് വെച്ച് വെയിൽ അങ്ങോട്ട് അയച്ചു. നമ്മൾ ഇന്ന സാധനങ്ങളുണ്ട്, നമുക്ക് അങ്ങോട്ട് ഇവിടെ പറ്റൂല, നമുക്കതുകൊണ്ട് ഇവിടെ നിന്ന് വിട്ടിട്ട് വേറെ സ്ഥലം പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും അതുപോലെ അയാൾ എന്നെ വിളിക്കും. സിംഗിൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഞാൻ വിശാന്ത് പേര് പറയാം. എനിക്കങ്ങനെ ഞാനങ്ങനെ ഒരു പ്രശ്നമല്ല. റീറ്റെയിൽ കൺസൾട്ടാണ്, റീറ്റെയിൽ കൺസൾട്ടാണ് ഒരു മതി ചെയ്യുന്നത്. അവിടെ നിന്ന് IT എക്സിക്യൂട്ടീവ് അവിടെ പോയിരുന്നപ്പോൾ ഈ ഹാസൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് നാട്ടിൽ. ആ മാർഗത്തിലൂടെ ഞാനാരാണെന്ന് ഒരുത്തൻ ഭയങ്കരമായിട്ട് വെയിൽ വയ്ക്കും. യു ഷുഡ്. ഞാൻ പ്രസന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിന് ഞാൻ മെയിലൊന്നും വായിക്കാൻ പോകില്ല, പ്രസന്നെ അങ്ങ് സംസാരിച്ചുകൊണ്ടാവുകയാണ്. ഇക്കണക്കിനാണ് എന്നെ കൊണ്ട് നീ ഞാൻ അനീഷിനെ വിളിച്ച് പറയാം, എനിക്ക് സൗകര്യം എന്ന് പറയാം. പിന്നല്ലേ കണ്ടന്റ് അപ്പയും ഉപ്പയുടെ മെയിലിൽ നമ്മൾ അപ്ലോഡ് കൊടുക്കാൻ പ്രസന്ന ഞാൻ പറഞ്ഞോളാം. അവൻ വിചാരിച്ച് നമ്മളിവിടെ നല്ല IT ഇതിന് വന്നതാണ് ജൂനിയർ പോസ്റ്റ്. അതാണ് ആ പണിക്ക് അത്ര ഇതൊന്നും പറയാൻ വേണ്ടി. നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ല. റീറ്റെയിൽ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് എടുക്കുക, പോസ്റ്റ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഇതിനെന്തിനും ഞാൻ പറഞ്ഞാൽ എനിക്ക് നല്ലോണം അറിയാം. അയാൾ എനിക്കൊരു പ്രോജക്റ്റും തരില്ലായിരുന്നു. ഒരു പ്രോജക്റ്റും തരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ആവശ്യമുള്ളപ്പോൾ ഞാൻ അത്ഭുതത്തിന്റെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അത്രയും ഒരു റിസോഴ്സാണ് എന്നെ പിടിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് പോസ്റ്റിംഗ് നോക്കാനായിട്ട് അസെൻഡ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് എത്ര വാല്യൂയാണ് അതൊന്നും എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ആദ്യം കിട്ടുന്നത് അഡ്വാൻസ് എല്ലാം ചോദിച്ചാൽ തോന്നി കഴിഞ്ഞാൽ അതെടുത്തേക്ക് പറ്റി ആവശ്യമുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് ഞാൻ UTCയുടെ അയാൾക്കറിയാൻ ഞാൻ പോകുമ്പോൾ UTCയുടെ റിസോഴ്സായിരുന്നു. UTCക്ക് അന്ന് ഇഷ്യൂ ഉള്ളപ്പോൾ ഞാനാണ് അന്ന് ട്രീസയ്ക്ക് കോൾ വരും. ബുർഹാൻ കുവൈറ്റിൽ. അപ്പോൾ ട്രീസ ആരെ വിളിക്കും? ബുർഹാനെ വിളിക്കും. അപ്പോൾ ക്ലയൻറ്റ് കംപ്ലയിൻറ്റ് ചെയ്തു എവൻ അവിടെ ഇരുന്നിട്ട് വേറെ പണി ചെയ്യണമെന്ന്. അന്ന് UTC എനിക്ക് അസെൻഡ് ചെയ്തു. അന്ന് UTCയുടെ എക്സാറ്റ് ഗുണമാക്കിയിട്ടിരിക്കില്ല. അവരുടെ പുതിയ സ്റ്റോർ സെറ്റപ്പ്, അതായത് ആ ഇപ്പോഴത്തെ എക്സസൈസ് സെറ്റപ്പിൽ പുതിയ സ്റ്റോറെല്ലാം ഞാനാണ് ചെയ്തത്. 3 സ്റ്റോർ, വാൻസൈൽ, ഇതൊക്കെ ചെയ്ത് എന്നിട്ടാണ് നാട്ടിൽ പോണത്. തിരിച്ചു വരുമ്പം ഇതുണ്ടാവുമെന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ നാട് ഒരു UTC ജെഫിനെ കണ്ട് എടുത്തിട്ട് ട്രെയിനിങ് കൊടുക്കാൻ റെഫറൻസ് കൊടുക്കാൻ ആയിക്കോട്ടെ. നമ്മളെ ഇതുവരെ ആരും അറിയില്ല. അവരൊക്കെ വലിയ ആൾക്കാരാണ്. അവർക്ക് എന്തെങ്കിൽ ഈ ആസ്റ്ററിന്റെ സുഭാഷ് ഇത് പണ്ട് നോക്കിയിരുന്ന പാവം സുഭാഷാണ്. അന്ന് ആരെങ്കിലും കൂടെ ഇരുത്തി പഠിപ്പിച്ചുകൂടെ? ആരെങ്കിലും ഒരു ജൂനിയർ റിസോഴ്സിനെ കൂടെ ഇരുത്തി പഠിപ്പിച്ചെങ്കിൽ കൂടെ ഇരുത്തി സുഭാഷിന്റെ കൂടെ ഇരുത്തിയിരുന്നെങ്കിൽ സുഭാഷ് എത്രയോ കാലങ്ങളായിട്ട് നോക്കും. ഈ അവർ ജോയിൻ ചെയ്തിട്ട് 2-3 വർഷമായിട്ട് അവരിപ്പോൾ ഒരാൾ ഇതാവൂലേ? ഓക്കെ, എസ്കലേഷൻ വരുമ്പോൾ നമ്മൾ നോക്കിയാൽ പോരെ. ഒരു ഡെഡിക്കേറ്റഡ് റിസോഴ്സാണ് ഇവനെ ജോലി കൊണ്ടുവന്നത്. അതുകൊണ്ടാണല്ലോ ഇവനെ ഇപ്പൊ കൊണ്ടുവന്നത്. ഇവനിപ്പോ ഒന്നും ചെയ്യില്ല. അവനവിടെ സുഖമില്ലേ? ഒന്നും ചെയ്യില്ല, വെറുതെ ഇരിക്കുക. അവന് ഉമ്മയുടെ ഇൻഷുറൻസിന്റെ ഡെവലപ്മെന്റിന്റെ ടെസ്റ്റിങ് ഇതൊക്കെ ഇയാളെ ഓരോ ഇതല്ലേ. അവനെ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പം അടുത്ത കെമിസ്ട്രിന്റെ പ്രോജക്റ്റ് എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞത് കാര്യം പറഞ്ഞു. രസം പ്രൊജക്റ്റ് ഇല്ലെന്നല്ലേ. പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഫൈൽ വെച്ച് തെളിഞ്ഞ് പോകാൻ. അല്ല, എൻ്റെ അടുത്ത് എന്നും പറയും, എല്ലാ വർഷവും പറയും റീറ്റെയിൽ കൺസൾട്ടിങ് മറ്റേ എന്തെങ്കിലും
അപ്പൊ പിന്നെ എന്തായാലും ഞാൻ റവന്യൂ ഉണ്ടാക്കുന്നു. അസല് റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സമാധാനം ആയിക്കോട്ടെ. എന്തായാലും ചാർജ് ചെയ്യുന്നുണ്ടല്ലോ എനിക്ക്. ഓൺ സൈറ്റ് ആയിട്ട് എന്തെങ്കിലും നല്ല പേയ്മെന്റ് ആയിരിക്കും. പിന്നീട് പ്രശ്നം എന്ന് പറയാം, ഇപ്പം ഓഡിറ്റേഴ്സ് ഇരിക്കും. അടുത്ത ഈ മന്തിൻ്റെ ആകുമ്പോൾ ഫിനാൻസുകാർ സ്റ്റേറ്റ്മെന്റ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിടിച്ച് തിന്നാൻ ബിബീഷ് പറഞ്ഞു. ഇപ്പം ഓഡിറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ് അവരിന്ന് 10-ാം തീയതി അവരത് ചോര പിടിക്കാത്തത്. അവൻ പറഞ്ഞു, സത്യം പറയാണ്, നിങ്ങളുടെ ചോര പിടിക്കുന്നത്. അവൻ ബിബീഷ് പേപ്പർ അവിടെ ആകെ ഇത്തിരിയെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് ബിബീഷാണ്. ബിബീഷ് നാട്ടിലാണ്, പക്ഷെ ഇപ്പം ഇതിന് മറ്റേ D370 എന്തതിന് വന്നതാണ്. അവൻ പറഞ്ഞാൽ അപ്പോൾ 3-4 മാസം ഇവർക്ക് ഇനി D370 ലൈവ് പോകുന്ന ഒരു സിസ്റ്റം നോക്കണ്ട. അത് വേറൊരു കാര്യമുണ്ട്. അവരുടെ IT 3 പേര് ചെയ്തുകൊണ്ടുന്ന പണിയാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ഡേറ്റാ സിങ്ക് നോക്കണം, സ്റ്റേറ്റ്മെന്റ് പോസ്റ്റിംഗ് നോക്കണം, പിന്നെ ഓരോ ദിവസം സ്റ്റോക്ക് ടേക്ക് ഉണ്ടാവും ഓരോ ഫാർമസിയിൽ. അവിടുത്തെ പെൻഡിങ് സ്റ്റോക്ക് സ്റ്റേറ്റ്മെന്റ് ആദ്യം പ്രയോറിറ്റീസ് ക്ലിയർ ചെയ്ത് വിടണം. അല്ലെങ്കിൽ ഇത് ടാലി ആവില്ലല്ലോ. സ്റ്റേറ്റ്മെന്റ് പോസ്റ്റ് ആണെങ്കിൽ സ്റ്റോക്ക് കറക്റ്റ് ആവില്ലല്ലോ, ഇൻവെന്ററി കറക്റ്റ് ആവില്ലല്ലോ. 3 പേര് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നു. കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, പരിപാടി സുഭാഷ് ഹെൽപ്പ് സപ്പോർട്ട് ചെയ്യും. കാരണം സുഭാഷാണ് ഞാൻ എന്തെങ്കിലും സുഭാഷിന് പിന്നെയും ടെക്നിക് അതിൽ കുറേ ഇത് സിങ്കും അത് വർക്ക് ചെയ്യാതൊക്കെ വരുമ്പോൾ സുഭാഷിനെ വിളിക്കും. പുള്ളി ഹെൽപ്പ് ചെയ്യും വരും. സുഭാഷ് എന്നാ പറയുന്നത്, എന്തിന് ഞാൻ ടു ബാഡ് ബ്രോ, നിങ്ങളതിനകത്ത് ഡെഡിക്കേറ്റ് ടു ബാഡ് അവിടെ കൊണ്ടുപോയിട്ട് സപ്പോർട്ട് കൂടെ ചെയ്തു. ഇവരൊക്കെ എന്താ ചെയ്യണം? എനിക്കതാണ് ദേഷ്യം വരുന്നത്. ഇത് പണ്ട് പറഞ്ഞാലാണ് ഒരുത്തനെതിരെ പടവ് നീക്കിയതിൽ മെയിൻ ആളാണോ പണ്ട് ഇത് ഇങ്ങനെ കാണാത്തോണ്ടായിരിക്കും. അതല്ല ഔട്ട്ലെറ്റ്, ഇതല്ല RTയുടെ, അത് മറ്റേ കസ്റ്റമർ ഹാപ്പിനെസ് സെന്റർ. الموقف التالي محطة حافلات مترو عود ميثاق. Next stop is Oud Meythaq Metro Bus Stop. അതെടാ അവിടെ എനിക്കറിയത്തില്ല. എൻ്റെ ലാപ്ടോപ്പിൽ നോക്കണം എന്ത് കാലിബറിലാണ്. അവിടെ ഒരു പ്രിന്ററേ ഉള്ളൂ, അവിടെ പ്രിന്ററൊന്നുമില്ല. എടാ അവിടെ ഒരു പ്രിന്ററേ ഉള്ളൂ സോബിയുടെ സൈഡിൽ ഇരിക്കുന്നത്. ആ ഞാൻ വരുന്നതേ ഉള്ളൂ. ആ എന്ത് പരിപാടി? ഇങ്ക് നിറയ്ക്കാൻ ആര് നിറയ്ക്കും? കാട്ടുറുത്തി തീർന്ന
കാട്രിഡ്ജ് തീർന്നെന്ന് കാണും. കാട്രിഡ്ജ് തീർന്ന ആരും ഇറക്കി കാട്രിഡ്ജ് ഒന്നല്ലേ പറ്റും. ഇതിപ്പോ എന്ത് പ്രിന്റ് എടുക്കാൻ എന്ത് الموقف الشارع الوفاء 2. Next stop is ഞാൻ പറഞ്ഞ വിശ്വാസം ഇനി നോക്കും. ഞാൻ പറഞ്ഞ വിശ്വാസം എടാ അവിടെ ഒരു പ്രിന്ററേ ഉള്ളൂ. അവിടെ ഏത് പ്രിന്റർ ഇരിക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവിടെയൊന്നുമില്ല. അവിടെയൊന്നും ഇല്ലടാ. ലുലു എന്തേര് ലുലു അവിടെ ഒന്നും പ്രിന്റൊന്നുമില്ല. ഡെസ്ക് ഇത് ആര് എന്ത് അത്യാവശ്യ പ്രിന്റാ അതിങ്ങനെ അവിടെ വന്നു എൻ്റെ അടുത്ത്. ആ അവനെ എവിടെ നിന്ന് എടുത്തോണ്ട് വന്നൂടെ? الموقف التالي المبنى الرئيسي واحد السليب 2. Next stop is Silicon Oasis Headwater 2. ഇവനൊക്കെ ഇതന്നെ ഇവനൊക്കെ എന്നിട്ട് അനീഷ് പറഞ്ഞോട് 2 പ്രിന്റ് ഇങ്ങനെ ഈ അമ്മമാരെ ഇത് പറഞ്ഞെങ്കിൽ അമ്മരുടെ അവിടെ കരുതി കുട്ടി മറ്റേ പടം നീക്കി ഒതുക്കിയത് അവരെ അവന്റെ ഒരു കൂട്ടുകാരൻ ബിസിനസ് പോയില്ലാണ്. അവൻ ഈ വഴിയിൽ നിന്ന് അവൻ ഇറങ്ങിയിട്ടില്ല. അവന്റെ ഒരു കൂട്ടുകാരൻ എന്നാക്ക് അവിടെ വന്നവൻ അവന് ബിസിനസ് പോയില്ല. അവന്റെ വോയിസ് പ്രിന്റ് എടുക്കാൻ അറിയാം, എടുത്തോണ്ട് വരാൻ അറിയാം. അവൻ ഇവിടെ വന്ന് അവനെ കൊണ്ട് പ്രിന്റ് എടുക്കും കൊണ്ടുപോകാൻ സത്യം പറയല്ലേ. അവന് ആശാന്റെ ഒരു പച്ച ചിന്തയെ വിളിച്ചാണ്. അതിനൊക്കെ അയാളെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ നമുക്ക് എല്ലാം നോക്കണം. സ്ട്രൈറ്റ് വേണമെങ്കിൽ ചെയ്തോളൂ. എന്റെ വായിൽ വന്നു വെളുത്താൻ നിൽക്കണമെന്ന് അയാൾ എന്ത് പറഞ്ഞു. അയാള് ഇതുകൊണ്ടല്ലേ അയാള് കൂടെ അവിടെ വരും. അല്ലെങ്കിൽ അവിടെ ചില കാലത്ത് അല്ല ആദ്യകാലത്ത് കുറച്ച് ദിവസം വന്നു. പിന്നെ എത്ര ദിവസം വന്നു. ഞാനെന്നിട്ട് നമ്മള് രാവിലെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാണ് ഇവിടെ 2 ദിവസം വീണ്ടും മഴ പെയ്യുന്നു പറഞ്ഞു. ഒരു ദിവസം ബുധനാഴ്ച വെള്ളിയാഴ്ച വെള്ളിയല്ലേ പറഞ്ഞത്. അപ്പുറം എടുക്കാൻ പറഞ്ഞു ലാസ്റ്റ്. അപ്പോൾ വ്യാഴാഴ്ച മഴയില്ലാത്തതുകൊണ്ട് വെള്ളിയാഴ്ച ഷെബിക്ക് പോകണമെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പോയി അങ്ങനെ ശരിയാവും. ഞാനൊരു ഷെബിക്കിൻ്റെ അടുത്ത് ഞാൻ വർക്ക് ഫോം കൊടുത്തു അവിടെ ഷിഫ്റ്റ് ചെയ്യാൻ എന്നിട്ട് ഞാനവിടെ ഇരുന്ന് പണി തുടങ്ങി. ഷിഫ്റ്റിങ്ങിന് ആരും വന്നില്ല. ഞാനവിടെ നിന്നിട്ട് പണി തുടങ്ങി. വെളിയിൽ പോയി ഇറങ്ങിപ്പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചിക്കൻ മാറ്റുണ്ട്. മറ്റേ കുക്കറിൽ മയങ്ങിൻ്റെ ഉള്ളിൽ കുക്കറിലിട്ട് ബിരിയാണി കഴിച്ചിട്ട് രണ്ടുപേരുണ്ടല്ലോ ഇവിടെ. എന്നിട്ട് അവന് അതും ഞാനും നോക്കണേ. ഈ ഷിഫ്റ്റ് കണ്ടെന്ന് പറഞ്ഞാൽ ആ
രാത്രി പോകാൻ ഞാൻ അവിടെ കുക്കറോടെ എടുത്തോണ്ട് വരും. ഞാൻ കഴിക്കില്ല, അന്ന് ഡയറ്റില്ല. കുറച്ച് അമ്മ പോക്ക് പോയി. പിന്നെ അവൻ വരുന്ന രാത്രി വരും. അതുകൊണ്ട് പിന്നെ ആ സമയം ഒരു പണിക്കായിരിക്കും. ഞാൻ അതാണ് എനിക്ക് മുമ്പേ ഇവനെ കൊണ്ടുവന്നത്. ആ പണിയുണ്ടെന്ന് പറഞ്ഞു. ഡെമോയിലാണ് എന്തൊരു സാധനം പറഞ്ഞാൽ അയാളാണ് ഫുഡ് ചെയ്യുന്ന അയാളാണ്. ഇന്നലെ ഒന്നാമത് കോമഡിയുണ്ട്. ലൈറ്റ്സുള്ള ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ തള്ളിവിടും. ആരെങ്കിലും കിട്ടുന്നത് എനിക്കൊരു അവസാനം രാജുവേട്ടൻ്റെ നമ്പർ രാജുവേട്ടൻ അറിയാം. നമ്മുടെ അയാളെ സ്വഭാവമാണ്. അയാളെന്ന് പഠിക്കുന്നതാണ് ഇതൊക്കെ. അയാളെ സ്വഭാവമാണ്. അയാളെന്ന് കിട്ടുന്ന നേച്ചറാണ് ഈ കാണുന്നത്. ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കുക. അയാളിനെ വിളിച്ചിട്ട് ടോണർ അവിടെ പ്രിന്ററിന്റെ ടോണർ അയാളാണ് പ്രിന്റർ ടോണർ തീർന്നു പോയാൽ സോഫിയുടെ അടുത്ത് പറയും ഞാൻ ഓർഡർ ചെയ്യും. അല്ലെങ്കിൽ രാജുവേട്ടുണ്ടെങ്കിൽ രാജുവേട്ടൻ പറയും ക്ഷമ ടോണർ തീർന്നു ഞാൻ ഓർഡർ ചെയ്യും. അവിടെ ആരും ഇല്ലല്ലോ. അയാളെ വിളിച്ചിട്ട് അത് മറ്റേ അയാളെ പഠിക്കുന്ന സ്വഭാവമാണ്. അവരുടെ കാര്യങ്ങൾ നടക്കും. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവർ ദൈവന് പോയിട്ട് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. പോയിട്ട് ഇത് ചെയ്യണം ഞങ്ങൾ ചെയ്യും. എന്നിട്ട് ഞാൻ വിളിക്കുന്നുണ്ടല്ലോ പോയിട്ട് ഒമാനിൽ വന്നു. എന്നിട്ട് എവിടെയോ പോയി. ഒമാനി വന്നിട്ട് അവൻ്റെ വാപ്പാടുത്ത് വന്നിട്ട് എവിടെയോ പോയി. എന്നിട്ട് പറയാം ഏറ്റവും 3 ദിവസം കിട്ടി 4 ദിവസം. ഞാൻ പറയണ നീ അന്ന് പോയതല്ലേ? നീ അന്ന് പോയില്ലേ? നീ ഇന്ന് വന്നിട്ടാണ്. ഇതേ കാറ്റഗറി നാട്ടിലിരിക്കുന്നവരോട് കഴിച്ചു. ഞാനിപ്പോൾ അല്പത്തേമായിട്ട് ബന്ധപ്പെടണമായിരുന്നു. അവരുടെ കാര്യത്തിനൊന്ന് പോകും. എന്നിട്ട് ഇയാളെ ഒരു ഇയാളെന്നെ അപ്പോൾ അവിടെ എസ്കലേഷൻ വേണ്ടിയിട്ട് ഞാൻ ആസ്തറിക്ക് വിളിക്കും. അതെന്തരും അപ്പം അന്ന് നോക്കുമ്പോൾ അന്ന് അവിടെ വിളിക്കും. പിന്നെ എന്നിട്ട് ഞാനിന്ന് രാത്രി വന്നിട്ട് ഞാൻ ഡിപ്ലോയ് ചെയ്തു. അപ്പോൾ ഞാൻ കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് ഇതൊക്കെ എന്നെ ഒന്ന് പഠിപ്പിച്ചത്. ആ 40 മണ്ടയ്ക്ക് ഒറ്റ അടി കൊടുക്കാൻ തോന്നിയത്. എനിക്കൊന്ന് പഠിപ്പിച്ചത് ഞാൻ ചെയ്യും. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ എനിക്ക് ചെയ്യാവുന്നതല്ലേ കിട്ടണം. മറ്റോ ഇത്തിരി ഭേദമുണ്ട്. ഇത് രണ്ടെണ്ണം ഒരു രക്ഷയില്ല. കൊണ്ട് അത് എല്ലാം ചെയ്യിക്കുന്നത് ചെയ്ത് നിനക്കറിയാം പറയാതെ. ലൈവ് പോകുന്നതിൻ്റെ തലേന്ന് കരക്ക് വെള്ളം വിളിച്ചു. RSS ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു. അവിടെ എന്തോ വിളിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഫുള്ളായിട്ട് അടിക്കുക. അവസാനം ഞാൻ കരച്ചിലായി. ഞാൻ പറഞ്ഞു കിട്ടണം എനിക്കെല്ലാത്തിനും കണക്ഷൻ നീ നിന്റെ കാര്യം നോക്കണം. എന്നിട്ട് ഞാൻ ചെയ്ത് കൊടുത്തു. അയാൾ മെയിനായിട്ട് ഫസ്റ്റ് റൗണ്ട് ചെയ്യുമ്പോൾ പേര് വയ്ക്കാൻ മറന്നു. പിന്നെ സുഹേലിൻ്റെ മിസൈലിൻ്റെ അതുകൊണ്ട് അയാൾ എന്നെ കുട്ടി വെച്ച്. എന്നിട്ട് ഒരു നന്ദി പറഞ്ഞില്ലേ നന്ദിയിടയ്ക്ക് എന്നിട്ട് ഹാൻസിൻ്റെ മെഷീനിൽ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അന്ന് ഇതുപോലെ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് അത് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്ത് കൊടുത്തു. ഹാൻസ് പറയുന്നു നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. ഇവിടെ എത്ര പേര് എത്ര ദിവസം നോക്കി അത് നമുക്കത് ചെയ്ത് ഞാനത് പരിചയം. ഞാൻ പറഞ്ഞു ആരും പഠിപ്പിച്ച ഞാൻ പറഞ്ഞിട്ട് അവിടെ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പോസ്റ്റ് ചെയ്യാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പോസ്റ്റ് ചെയ്യാൻ എനിക്കിവിടെ ഒരു മനുഷ്യൻ പോലും പറഞ്ഞു. ഞാൻ ആസ്റ്ററിക്ക് വരുന്ന സ്റ്റേറ്റ്മെന്റ് പോസ്റ്റ് ചെയ്തു. സ്റ്റേറ്റ്മെന്റ് പോസ്റ്റ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മനുഷ്യൻ കൂടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് പോസ്റ്റ് ചെയ്യുന്നതാണ് ചെയ്യുന്നത് എന്ന്. പിന്നെ ക്യാഷ് മറ്റേ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്
പ്രാവശ്യം പറഞ്ഞു എന്നിട്ടാണ് ഞാനവിടെ പോയി ചെയ്യുന്നത്. ഞാനൊന്ന് ഡോക്യുമെന്റ് എടുത്ത് വായിച്ചിട്ടാണ് ഞാൻ അവിടെ പോയി ചെയ്യുന്നത്. പിന്നെ ബിബീഷ് എനിക്ക് പണ്ടേ അറിയാം. അപ്പൊ ബിബീഷ് ഞാൻ എന്തെങ്കിലും ഉണ്ട് അവന് അവൻ പറഞ്ഞു. എന്നിട്ടാണ് ഞാനവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാനിതുവരെ റിട്ടേൺ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. റിട്ടേണിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇവിടെ കോൺസെപ്റ്റ് സപ്പോർട്ട് ആണെങ്കിൽ സപ്പോർട്ട്. അല്ല ഞാൻ പറയണേ, എനിക്ക് ഒരാളൊരു ഹെൽപ്പ്മെന്റ് സാധനം ചെയ്യുമ്പോഴല്ല എല്ലാവരും സന്തോഷിക്കുകയാണ്. ടെക്നോളജി മാറിയിട്ട് എല്ലാവരും സന്തോഷമാണ്. ഒരുപാട് പോയിന്റ് പെൻഡിങ് ഉണ്ടായിരുന്നു ഇവർക്കല്ല. അപ്പൊ ഇവര് സന്തോഷിച്ചു. എന്തായാലും ഞാൻ അത് കൊണ്ടിരിക്കും. അല്ലാതെ എന്നെ വന്നിട്ട് ഞാൻ നിങ്ങളടുത്ത് ഞാൻ ഇവിടെ ഇനി പറഞ്ഞാൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു എന്റെ അടുത്ത് നീ എവിടെയെങ്കിലും ബ്ലോക്ക് ആണോ ചോദിച്ചിട്ടില്ല. ഒരു ദിവസം നിനക്ക് എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടോ? അല്ലെങ്കിൽ നീ ഞാൻ ആ കൂടെ 8+ന്റെ പ്രോഡക്റ്റ് ഉണ്ട് ആനന്ദില്ല പ്ലസ് ഒമാൻ ഞാൻ ചെയ്യും. അത് ഓർഡർ ഇത് രണ്ടും ഒരു വാക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ബോട്ടിലൊക്കെ ഉണ്ടാകും. അവരെ ഇഷ്യൂ ഉണ്ട്. സെർവറിൽ നിന്ന് പോസ്റ്റിനെ കണക്ഷൻ മാത്രം ഇയാൾ വന്നിട്ട് ചോദിച്ചതാണ് എന്തെന്നറിയാം. നമ്മുടെ കോൺഫിഡൻസ് കറക്റ്റ് ആ ഒരു വാക്കാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ അവരെ നെറ്റ്വർക്ക് അല്ലെ നമ്മളങ്ങനെ സംസാരിക്കുക അവരെ ചെക്ക് ചെയ്യാമെന്നല്ല പറയുന്നത്. 8 ദിവസം നമ്മുടെ അവിടെ ഇരുന്നു അവരെ ഇഷ്യൂ ആയിട്ട്. അവസാനം എനിക്ക് സൈറ്റിന് ഓക്സിലി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രൊജക്റ്റിൻ്റെ ഞാൻ ഓക്സിലിയ ഞാനൊരു 1 hour അല്ലെങ്കിൽ 2 hour ഞാൻ സ്പെൻഡ് ചെയ്യും. ഞാൻ പാക്കേജ് 443 പോർട്ട് മാറ്റി റീക്രിയേറ്റ് ചെയ്ത് ഞാൻ ചെയ്തോളാം. അപ്പോൾ ജിത്തു എന്ന് പറഞ്ഞാൽ വന്നിട്ട് അവൻ ലാസ്റ്റ് വന്നു. അപ്പം ജിത്തു പറഞ്ഞു വെയിറ്റ് ചെയ്യും ഒരു 10 സംഭവം എന്ന് പറഞ്ഞാൽ 443 ഇല്ലേ നമ്മുടെ HTTPS പോർട്ട് ഇത് അത് വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. പുറത്തുനിന്ന് വരുന്നുണ്ട്. അതൊക്കെ നെറ്റുള്ള മതി. ഡീറ്റെയിൽസിൻ്റെ ബാക്ക് ഓഫീസ് ക്ലൗഡിലാണല്ലോ. റീറ്റെയിൽ മാത്രമേ ഓൺ പ്രീം ഉള്ളൂ. ഈ ഓൺ പ്രീമിൽ നിന്ന് ക്ലൗഡിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട്. പാക്കറ്റ് പോകുന്നുണ്ട്, പാക്കറ്റ് വരുന്നുണ്ട്. ഈ സെർവർക്ക് അപ്പുറത്തേക്ക് പോസ്റ്റിലേക്ക് നടക്കില്ല കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് എൻ്റെ ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ ഞാൻ വെച്ച് ഈ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴേ ഡിഫോൾട്ട് പോർട്ട് 443 എടുക്കും. ഇനി നിങ്ങൾ വേറൊരു പോർട്ട് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ക്രിപ്റ്റിൽ മാറ്റി ആ പോർട്ട് സ്പെസിഫിക് ആയിട്ട് കൊടുക്കണം. ഞാൻ പിന്നെ അവസാനം എനിക്ക് സൈഡ് ഞാൻ ഓക്സൈഡ് ഞാൻ സ്ക്രിപ്റ്റ് മാറ്റി പുതിയ പാക്കേജ് ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ വീണ്ടും റീവർക്ക് ചെയ്യണം. ഈ ക്ലൗഡ് ബേസ് അതും മാറ്റണം. ഒത്തിരി പണിയുണ്ട്. നൂല് പിടിച്ച് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു ഞാൻ മാറ്റിക്കണം പോർട്ട് മാറ്റാം. പക്ഷേ മേക്ക് ഷുവർ നിങ്ങൾ ഈ പോർട്ട് എനിക്ക് ഓപ്പൺ ചെയ്യണം. കാരണം ഞാൻ ഈ ഏതെങ്കിലും ഒരു പോർട്ട് കൊടുത്താൽ അവരത് പോർട്ട് ഓപ്പൺ ചെയ്യണം. സാധാരണ HTTPS പോർട്ട് എല്ലായിടത്തും ഓപ്പൺ ആണ്. അതുകൊണ്ടാണ് ഡിഫോൾട്ട് പോർട്ട് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് റിക്വസ്റ്റ് കൊടുക്കണ്ട. HTTPS എല്ലാത്തിലും വരുന്നത്. HTTPS കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. അപ്പോൾ അത് 443 പോർട്ടിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ഇപ്പോൾ പ്രത്യേകിച്ച് എഴുതണ്ട. അവർക്ക് ഫയർവാൾ റൂൾ അവസാനം ചിത്തു എന്ന് പറഞ്ഞാൽ അവൻ കണ്ടുപിടിച്ചത്. അതിന് സ്വിച്ചിന് ഒരു ഇഡൻ പോളിസി ഉണ്ടായിരുന്നു ഈ 443 പിടിക്കുന്നത്. അതാണ് ഈ പ്രശ്നം ഉണ്ടായത്. അത് റിമൂവ് ചെയ്തപ്പോൾ 8 ദിവസമായിരുന്നു. 8 ദിവസം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മൈക്രോസോഫ്റ്റ് അവർ പറഞ്ഞ് ഇന്റേണലി ഇത് പ്രശ്നമാണ്. നിങ്ങൾക്ക് ഔട്ട്സൈഡ് ഹെൽത്ത് ചെക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, ഔട്ട്സൈഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ എന്താണ് മൈക്രോസോഫ്റ്റിൽ ഹെൽപ്പ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് എൻ്റെ push. This go. This, not this. No. Ready? I will sit here. You stand, I will sit here. Papa, you stand here. Appa, nani eppadi ide? Daddy, door is going. Okay, po, attack.
తీస్తా అన్నారు. తీసుకోనమ్మా. డూన్ షాప్ పైన నాకు అది కనిపించా. I went along there. Daddy, water fountain. Daddy, yana, a water fountain there. الموقف التالي المبنى الرئيسي واحة السلوك. Next stop is Silicon Oasis and water to అప్పుడు వాటర్లకి ఏమో గ్యాస్ అనుకుని అట్లే పడిపోతాము. తీసుకుంటా బాబు పగిలిపోయింది డాడీ పాకి. డాడీ వాడు వస్తున్నాడు. మెట్టగా చేశాను. ఇప్పుడు సాఫ్ అయింది. డాడీ ఇప్పుడు అప్ప మనం ఆల్కి ఇచ్చేస్తాము. మనం ముందు నేర్చుకున్నాము. ఆల్కి ఇచ్చేస్తాము. అప్పుడు ఇంకొక వచ్చినాడు. ఈ నేర్చుకున్న వచ్చినాడు. అప్పుడు వాడు వస్తున్నాడు. అక్కడ కూర్చున్నాడు. It's coming. You should go there. First year, not this year. Big fool! Big fool! Pick-a-fool! Daddy, मला टेन पोवाला म्हणतो. Daddy, मला टेन पोवाला म्हणतो. واحة السيليكون حديقة السيليكون. Next stop is Daddy, Silicon Oasis. అప్పుడు నేను Silicon కట్టుకుంటే Park. కనిపించలేట. Daddy, మనం మెట్రో స్టేషన్ పోవాలా? Francis Lennon. ఏమో పడింది డాడీ. అప్ప ఆ మెట్రోలో అందరూ ఉంటాడా? డాడీ పనీటి సంత నో డాడీ మామ్ డాడీ అప్ప లేదది చూడే అది లేదు నా సభ. అప్ప ఇది ఉంటే ఉంటుందా? అప్ప పేపర్ ఉంటే ఉంటుంది అది. الموقف التالي واحة السيليكون حديقة السيليكون. Next stop is Silicon Oasis Silicon Park. ఇదేమిట్లుండే పగిపోయినా ఇది రెండు పగిపోయినా. డాడీ ఏమి పగిపోయినంటే దొంగలు అప్ప చెట్లు ఉన్నాయి. అప్ప చేసింది చెట్టులా ఇప్పుడు ఉదయం పుట్టి వచ్చింది. అప్ప మాల్ డాడీ ఐ విల్ సీ మాల్ డాక్టర్ లులు మాల్ పుష్ప పాప ఓకే సిటీ ఓడరాలే ఇంకా పాపల క్యా
కుట్టితే వెళ్ళిపోయినాడు ఫోటో తీసాడు ఇంకా ఉన్నాడు ఫోటో తీసాడు వాళ్ళు ఫోటో తీసాడు అప్ప నేను ఆడు ఫోటో తీసాడా ఫోటో తీసానా ఫోటో También escucho, escucha. Ibu nak kuconta. Ada kuco. Kuco mama, papa kuco. Ini dah. Metro station వచ్చేసింది. Oh, Daddy, Mom. Daddy, water pond is tomato. الموقف التالي واحد السيليكون الفينول. Next stop is Silicon Oasis Avenue, Manau. Andrew వస్తే ముందుగా ఎక్కడలేదు ఆపత్తిస్తున్నాడు అమ్మ நம்ம ఆపత్ రోడ్ దిగుతామా ఈ రోడ్ ఎప్పుడు దిగేది అబౌట్ రోడ్ దిగుతాము ఎప్పుడు వస్తే మెట్రో వస్తే 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 Hey! Daddy 9 ఉన్నాయి కమ్ 9 ఇది ఉన్నాయి ఇది 9 కట్ యా వాటర్ ఫౌంటైన్ Daddy, prepare మనము Daddy, metro station ఇంకా రాలేదా అప్ప మాలిది అప్ప మన మాలిది అప్ప మన మాల్ పోతన్నది పెట్టు నువ్వు చెప్పినావు మాల్ పోవాలా Silicon versus Sato 2. Silicon dice 33. Silicon 2 33. Ah. Yeah, partner captain dedi. Daddy. Huh? Daddy. Daddy, look here. Daddy. Daddy, start clear yaar. Inga yelpinaru potati sai. Daddy, ఎప్పుడు వచ్చేది మెట్రో స్టేషన్? Daddy, look here. నువ్వే చెప్పినావు. Daddy, మెట్రో స్టేషన్ వస్తుంది. Daddy, ఇంటికి మెట్రో స్టేషన్. الموقف التالي واحة السيليكون مسجد الواحة. Next stop is Silicon Oasis Outlet Masjid. Let
ప్లేట్ ఉంటే బ్యాటరీ ఉంటే అబ్బా ఫిష్ ఉంటాయా దాంట్లో అబ్బా బాల్ వేస్తే ఫిష్ అప్పకెళ్ళరు బా ఫిష్ బాల్ వేస్తే పగిలి పడలే డబ్బు మరి వస్తే ఉడుకులట ఉడికిదబ్బా అది ఇట్లా ఇట్లా కాదు అప్పా ఇట్లా అప్పా చూపిస్తా ఇట్లా ఇట్లా అయిపోతాయి అది ఇట్లా అప్పుడు ఎట్లా మాటల్లా అట్లా అప్పుడు అట్లా మాట్లాడాలా ఏమిటి కుడుకులు ఉంటాయి దాంట్లో లోపల الموقف التالي واحة السيليكون مبنى القوس. Next stop is Silicon Oasis Arch Building. మెట్రో స్టేషన్ వచ్చి ఇంకా మన ఇంటికి వస్తాము మెట్రో స్టేషన్ అయిపోయినాక దాని పాస్ తక్కేసింది పాపి అది ఖాళీ ఇదంతా ప్లేస్ ఉంది ఓకే నేను నీరు కూర్చోంటా చూడే ఎట్లా చూస్తా కూర్చో الموقف التالي واحة السيليكون SE. Next stop is Silicon Oasis SP Oasis. అన్ని వాపస్ ఇచ్చేయాలి మళ్ళా అప్ప మళ్ళా వాపస్ ఇచ్చేయాలా అవన్నీ అట్లా పెట్టుకుంటా పెట్టుకుంటున్నావన్నీ అప్ప వాపస్ ఇచ్చేసి మళ్ళీ ఏం చేయాలి నావే అప్పుడు ఎట్లా పెట్టుకుంటా నీ నానే అందుకో అందు ఊరికి మమ్మీ వాక్ మెత్తగా అయింది ఇది పార్క్ మెత్తగా అయిపోయింది ఆల్రెడీ الموقف التالي واحة السيليكون برج القصر. Next stop is Silicon Oasis Palace Tower. పార్క్కి వచ్చినమ్మా అది ఉడకైంది ఉడకైంది జస్ట్ నా చూడమ్మా ముక్క get అయిపోతుంది దిగ్గలైతుంది చింత వద్దు దగ్గర అయింది తినేస్తా కొడుకులు ఏం చేస్తుంది పువ్వు అంట నాకు ఐస్ క్రీమ్ కనిపిస్తుంది పువ్వులా ఐస్ క్రీమ్ చేస్తారా పువ్వులా లోపల ఐస్ క్రీమ్ కనిపిస్తుంది డాడీ ఇంటికి పోయి బేనకు ఓపెన్ చేస్తా الموقف التالي واحة السيليكون برج SIT.
Next stop is Silicon Oasis SIT Tower. అది అప్ప పని చేస్తున్నా పని చేయకుండా ఆడ పెట్టేస్తాము. బైనాకులర్ ఏం చేస్తుందంటే దూరంగా ఉంటుంది ఇది కాకుండా బైనాకులర్ చూస్తాను ఇది కట్టేసాను ఇప్పుడు కట్టేసాను డాడీ అప్ప అల్లే డాడీ అప్పుడు కార్ డోర్ మొన్న ఏనక్క అనిపిస్తుందో లేదు బైనాకులర్ చూసి దగ్గరగా డాడీ గోస్ట్ చూస్తే అది మాట్లాడచ్చా మళ్ళ కనిపించలే చెప్పినాను సాచల్లా సాచల్ చాలా ఉన్నాయి గోస్ట్లు లేవు మల్ చింగోకి సింటే అబ్బ నీకు దిగ్గుపోయింది వస్తాయి అమ్మ నీకు గుర్తున్నా నాకు బుచ్చకాల బుక్ పెంటే అప్పు గుర్తున్నాయే మా కాస్కెప్ తీసింటివి కుక్కీ డాడీ నా పార్క్ వెళ్ళిపోతా అప్పుడు ఎట్లా వస్తాయి మాట్లాడు అబ్బా పార్క్ పక్కన కొట్ట ఫిష్ ఎక్కడిపోతుంది ఫిష్ లోపల ఫిష్ ఉంటుంది ఎక్కడ పోతుంది ఫిష్ ఒక పౌండ్ ఇంకా రాలేదు ఇట్లతో ఇంకా మా ఇల్లు రావాలి అప్పుడు బాయ్ 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 ఆంటీ గుడ్ నైట్ గుడ్ నైట్ الموقف التالي واحة السيليكون نورث بارك. Next stop is Silicon Oasis North Park. الموقف التالي مسجد واحة السيليكون. Next stop is Silicon Oasis Masjid.